الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ കാലഘട്ടം വളരെയധികം ധാർമ്മിക വിരുദ്ധമായ ചിന്തകളിലേക്കും ജീവിത പദ്ധതികളിലേക്കുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പഴയ കാലത്തെ പല മൂല്യങ്ങളും സദാചാര ധാർമ്മിക ബോധങ്ങളും ഒന്നും പാലിക്കേണ്ടതില്ല, അതൊക്കെ സമൂഹം അടിച്ചേൽപ്പിച്ച വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിഘാതമാകുന്ന ചില ഏർപ്പാടുകൾ മാത്രമാണ് എന്ന് പരസ്യമായി സംസാരിക്കുന്ന, ആശയം പങ്കുവെക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾ അവരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാം അറിയാം, കാലം പിന്നിടും തോറും മനുഷ്യൻ ധാർമ്മികമായും അതുപോലെ തന്നെ സദാചാര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും അവന് അപജയം സംഭവിക്കും, പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം യാതൊരു വിധത്തിലുമുള്ള മൂല്യബോധമോ ധാർമ്മികതയോ ഇല്ലാത്ത
മനുഷ്യർ മാത്രമാകുന്ന ഭൂമിയിൽ അള്ളാഹുവിനെപ്പറ്റി ഓർക്കുന്ന, അള്ളാഹു എന്ന നാമം സ്മരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഇല്ലാതാകുന്ന ഘട്ടത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ആ യാത്രയുടെ ഒരു വലിയ ഇടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണ്. നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വളരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. സമൂഹത്തിനും കുടുംബത്തിനും നാണക്കേടുണ്ടാക്കുന്ന, ഉപദ്രവമുണ്ടാക്കുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറരുത് എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം, അങ്ങനെ നമ്മുടെ കുട്ടി വളർന്നു വരണമെങ്കിൽ, മക്കൾ വളർന്നു വരണമെങ്കിൽ നല്ല പണി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു, കുറേ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലത്തേക്കാൾ അധികമായി ആ വിഷയത്തെ പാരന്റിങ്ങിൻ്റെ ഭാഗമായിട്ട് രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ടി വരുന്നു. കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അത് സ്വീകരിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഈ കെട്ട കാലത്ത് നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകാനുള്ള സാധ്യതയാണ് ധാരാളം അവർക്ക് ചുറ്റും നിലനിൽക്കുന്നത്. ധാരാളം. ആ ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം, ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ അറപ്പുളവാക്കുന്ന ജീവിതം നയിക്കുന്നത്, ആ അറപ്പുളവാക്കുന്ന ജീവിതത്തിലേക്ക് നമ്മുടെ മക്കൾ വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഓരോ ദിവസവും അവർ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നല്ലവരാക്കി വളർത്തണം, നന്മയുടെ വക്താക്കളാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നന്മ ചെയ്യുന്നവർ മാത്രം ആയാൽ പോരാ, നന്മ പ്രവർത്തിക്കുന്നവരും മാത്രം ആയാൽ പോരാ, മറിച്ച് തിന്മയെ വിരോധിക്കുന്നവർ കൂടിയാക്കി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം, മാറ്റണം. അല്ലാഹുവും റസൂലും തിന്മയാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ എതിർക്കുന്ന, അതിനോട് വിരോധം വെക്കുന്ന, അതിനെ എതിർത്തുകൊണ്ട് അതിനെതിരെ ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. ഇത് അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരാൾ നല്ലവനാകണമെങ്കിൽ നല്ല ചെയ്താൽ മാത്രം പോരാ, നന്മ പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് തിന്മ വിരോധിക്കുന്ന സ്വഭാവം കൂടി അവനുണ്ടാകണം. തിന്മയുടെ എതിരാളിയായി, തിന്മയെപ്പറ്റി എതിർത്ത് സംസാരിക്കുന്നവനായി അവന് മാറിയെങ്കിലാണ് അവന് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ, നന്മയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. സൂറത്തുൽ ലുഖ്മാൻ വലിയ ഒരു സൂറത്താണ്. ധാരാളം നമ്മുടെ ജീവിതത്തിന് പറക്കിയെടുക്കാൻ കഴിയുന്ന ധാരാളം ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, മാതൃകകൾ, ഗൈഡ് ലൈനുകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ. ഒരു പിതാവ്, ഒരു മാതാവ് സൂറത്തുൽ ലുഖ്മാൻ വായിച്ചിരിക്കണം, സൂറത്തുൽ ലുഖ്മാൻ വായിച്ചിരിക്കണം. മക്കളുള്ളവരെല്ലാം സൂറത്തുൽ ലുഖ്മാൻ വായിച്ചിരിക്കണം. കാരണം എന്താണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഉപദേശിക്കേണ്ടത് സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. അത്ര ചെയ്താൽ മതി. സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് എന്തൊക്കെ പറഞ്ഞുവോ അത് മാത്രം നിങ്ങളെ മക്കളെ പഠിപ്പിച്ചാൽ മതി. അത്രക്കും പ്രധാനപ്പെട്ട ഉപദേശം നമുക്കവിടെ കാണാം. കുറേ ഉപദേശങ്ങൾ കൊടുക്കും, ഞാൻ അതെല്ലാം പറയാൻ ഉദ്ദേശിക്കില്ല. ആ ഉപദേശങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെതിരെ മകനെ ഉപദേശിക്കുന്നു, മാതാപിതാക്കളോടുള്ള കടമ ഉപദേശിക്കുന്നു,
അതുപോലെ തന്നെ അഹന്തയും ദുരഭിമാനവും അതിനെതിരെ ഉപദേശിക്കുന്നു. മിതത്വം പാലിക്കുന്നതിനെപ്പറ്റി ഉപദേശിക്കുന്നു. സംസാരത്തിന്റെ മര്യാദയെപ്പറ്റി ഉപദേശിക്കുന്നു. മനുഷ്യരോട് വിനയം കാണിക്കാൻ ഉപദേശിക്കുന്നു. ഇങ്ങനെ ദീർഘമായ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ഉപദേശങ്ങൾ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ എൻ്റെ മകനെ, അഖിമിസ് സ്വലാഹ്, നീ നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിന്നെ ബാധിച്ചതിൽ നീ ക്ഷമിക്കുകയും വേണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയമായും അത് ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിച്ചു. അപ്പോൾ മകന് കൊടുത്ത ഉപദേശത്തിൽ ഒന്നെന്താ? നിസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അദ്ദേഹം മകന് കൊടുത്ത ഉപദേശം വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം, നിർത്തിയില്ല. വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിരോധിക്കുക കൂടി വേണം, തിന്മയെ എതിർക്കുക കൂടി വേണം. അല്ലാഹുവും റസൂലും തിന്മയാണ്, അധർമ്മമാണ്, അനാവശ്യമാണ് എന്ന് പഠിപ്പിച്ചതിൻ്റെ എതിരാളിയായി സമൂഹമധ്യത്തിൽ നീ ഉണ്ടാകണം. മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുക. നമ്മുടെ മക്കളെ എന്നെങ്കിലും നമ്മൾ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നന്മ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പഠിപ്പിച്ചിട്ടുണ്ടാവും, നന്മ ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നന്മ എന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ നീ തിന്മയെ എതിർക്കുന്നവനാകണം എന്ന് ഒരു ദിവസമെങ്കിലും മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹുവും റസൂലും എതിർത്ത തിന്മകൾ സമൂഹത്തിൽ അത് കാണുമ്പോൾ ചോദ്യം ചെയ്യുന്നവനാകണം, വിമർശിക്കുന്നവനാകണം, അതിനെതിരെ സംസാരിക്കുന്നവനാകണം എന്ന് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്തതുപോലെ ഒരു ഉപദേശം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇന്നോളം കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാറില്ല. നമ്മളെപ്പോഴും നന്മ ചെയ്യുന്നത് പഠിപ്പിക്കും, മറ്റേത് പാപാണെന്ന് പഠിപ്പിക്കും, അത് ചെയ്യരുതെന്ന് പഠിപ്പിക്കും. പക്ഷേ അതിനെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അതിനെ എതിർക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അവർ ജീവിക്കുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അവർ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് പഴയ തലമുറയിൽപ്പെട്ട നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യന് പാരാഫിലിക് ഡിസോർഡേഴ്സ് വരാൻ, ലൈംഗിക വൈകൃതങ്ങൾ വരാൻ അധികം താമസമില്ലാത്ത സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ അവസ്ഥ നമുക്കറിയില്ല. അവരെന്തവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നറിയില്ല. അവർക്ക് ഇത്തരം പാരാഫിലിക് ഡിസോർഡേഴ്സ് വന്നിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ അവർ ലൈംഗിക വൈകൃത ചിന്തകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണോ? നമുക്കറിയില്ല. മനുഷ്യൻ പിഴക്കാൻ, മനുഷ്യൻ വൃത്തികെട്ടവനാകാൻ, മനുഷ്യൻ അശ്ലീലം നിറഞ്ഞവനാകാൻ അധിക കാലതാമസമില്ലാത്ത സാമൂഹിക സാഹചര്യം. അതുകൊണ്ടാ നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ സമയത്തും നമ്മളൊക്കെ പ്രതീക്ഷ വെക്കുന്ന നേതാക്കന്മാരും യുവ നേതാക്കന്മാരുമൊക്കെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അശ്ലീലതകളും അനാവശ്യങ്ങളിലും അവർ വ്യാപൃതരാകുന്നു. എന്തുകൊണ്ടാകുന്നു? വേണ്ടാന്ന് വെക്കാൻ അവർക്ക് കഴിയുന്നില്ല, ചെയ്യണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഇത് ചീത്ത സ്വഭാവമല്ല. നമുക്ക് സ്വഭാവം വേണ്ടെന്ന് വെക്കാം. ഇതെന്താണെന്നറിയുമോ? ഇത് വൈകൃതമാണ്, നമ്മളതിന് അഡിക്റ്റാണ്. വേണ്ട എന്ന് വെച്ചാലും വീണ്ടും വീണ്ടും ചെയ്യാൻ ശൈത്താൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാലും പിന്നെയും നമുക്ക് തൊടാൻ പറ്റാത്ത, വീണ്ടും അതിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു മനുഷ്യന്, ബുദ്ധിയുള്ള മനുഷ്യന് അവൻ്റെ തിന്മകൾ, അവൻ്റെ വേണ്ടാത്ത സംസാരങ്ങൾ, അശ്ലീലതകൾ ആളുകൾ അറിയാൻ ഇടയുണ്ട് എന്ന് കണ്ടാൽ അതിനൊരു അടക്കം പിടിക്കാൻ ആളുകൾക്ക് തോന്നുമല്ലോ, ബുദ്ധിയുള്ള മനുഷ്യന് തോന്നിയല്ലോ. പക്ഷേ എന്നിട്ട് പോലും മനുഷ്യൻ വേണ്ടാത്തത് പരസ്യമായി പറയുന്ന, തന്നെ സ്വയം നാണം കെടുത്തുന്ന, തന്നെ സ്വയം അശ്ലീലമാക്കുന്ന ഏർപ്പാടുകളിലേക്ക് മനുഷ്യർ പോവാണ്. കാരണം എന്താ? അവന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവനെ ബാധിച്ച ഒരു വൈകൃതം അവനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു കാലത്താ ഇതിന് വലിയ സമയം വേണോ? നമ്മുടെ മക്കളുടെ കൈകളിലുള്ള,
നമ്മുടെ മക്കളുടെ നിത്യോപയോഗ വസ്തുവായ മൊബൈൽ മതി അവർ ഇതിലേക്ക് കൊണ്ടുപോകാൻ. എന്ന് മൊബൈൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ? അതിന് വേണ്ടാത്ത ഒരു തലമുറയെ വളർത്താൻ പറ്റുമോ? സാധ്യമല്ല. ആ ഡിവൈസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കലാണ് ഇനിയുള്ള നമ്മളെ പാരന്റിങ്. അല്ലാതെ ആ ഡിവൈസ് വേണ്ടെന്ന് വെക്കലല്ല. അതെങ്ങനെ ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചാലുള്ള അപകടം എന്ത് എന്ന് മക്കളെ പഠിപ്പിക്കണം. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വൈകൃതങ്ങൾ, അശ്ലീലതകൾ, അതിലേക്കാണ് യുവതലമുറകൾ അവരിങ്ങനെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്ത് വെച്ച് ഒരു പണ്ഡിതനും കൗൺസിലറുമായിട്ടുള്ള ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ, ഇവിടെ ഈ പ്രദേശത്ത് നല്ല മുസ്ലിം ഉമ്മയുടെയും മുസ്ലിം വാപ്പയുടെയും മകളായി പിറന്ന ഒരു പെൺകുട്ടിക്ക് കൗൺസിൽ കൊടുക്കാൻ വന്നതാണ്. അദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞില്ല, കാരണം അത് സ്വകാര്യതയാണ്. പക്ഷെ വന്നത് ഒരു കൗൺസിൽ കൊടുത്ത് ഉപദേശിച്ച് അതിനെ നേരെയാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ മാതാപിതാക്കൾ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹത്തെ. എന്തിനാണ് കൗൺസിൽ കൊടുത്തതെന്നറിയോ? ഉപദേശം കൊടുത്തത്. അത് കേട്ടപ്പോഴാണ് പകച്ചു പോകുന്നത്. ആ പെൺകുട്ടി അതിൻ്റെ കൂട്ടുകാരിയായ അമുസ്ലിമായ ഒരു കൂട്ടുകാരിയെ വിവാഹം കഴിക്കാൻ പോവാണ്. ലെസ്ബിയൻ മാരേജ് നടക്കാൻ പോവാണ് മുസ്ലിം കുടുംബത്തിൽ. ആ ലെസ്ബിയൻ മാരേജിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടിയെ ഒന്ന് പറഞ്ഞുപദേശിക്കാൻ പാടില്ലാത്തതാണ്, അരുതാത്തതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നതാണ്. ഇതിന് ഭവിഷ്യത്തുണ്ട്, ഇത് ചോദ്യം ചെയ്യപ്പെടും എന്ന് ആ പെൺകുട്ടിയെ ഒന്ന് ബോധവൽക്കരിക്കാൻ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയാണ്. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നോക്കൂ, മക്കൾ വൈകൃതത്തിന്റെ ലോകത്താണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ഏതെങ്കിലും AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഹ്യൂമൻ സെക്ഷാലിറ്റി വൈകൃതമാണോ? ഇന്നത്തെ ഒരു AI ടൂളും നമുക്ക് പറഞ്ഞു തരില്ല, ഒരു AI ആപ്പും പറഞ്ഞു തരില്ല. അത് നോർമൽ സെക്സ് ആയിട്ടാണ് കരുതുന്നത്. പുരുഷൻ പുരുഷനുമായും സ്ത്രീ സ്ത്രീയുമായും രമിക്കുന്നതിന് നോർമലായിട്ട്, വൈകൃതമായിട്ട് സംസാരിക്കാൻ പാടില്ല. ആ ഇടങ്ങളിൽ സംസാരം നടക്കുക. അവിടെയാണ് നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിഡോഫീലിയയുടെ ആളുകൾ, ക്ലബ്ബുകൾ രൂപപ്പെട്ട കാലം കേരളത്തിലേക്കൊക്കെ വരാൻ പോകുന്നുള്ളൂ. യൂറോപ്പിലൊക്കെ പീഡോഫീലിയയുടെ ആളുകൾക്ക്, ശിശുകാമത്തിന്റെ ആളുകൾക്ക് ക്ലബ്ബുകളുള്ള കാലാണ്. നിയമ പോരാട്ടങ്ങളിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുക. പല ഗവൺമെന്റും ശിശുകാമം പാടില്ല, ചെറിയ മക്കളെ ഉപയോഗിക്കരുത് എന്ന നിയമം കർശനമാക്കിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന മൂവ്മെന്റുകൾ പശ്ചാത്യ ലോകത്ത് അവരുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലാണ്. ഈ കാലത്ത് നമ്മളെ മക്കൾ ജീവിക്കുന്നത് സകലവിധ ലൈംഗിക അശ്ലീലതകളും സകലവിധ ലൈംഗികമായിട്ടുള്ള ഡിസോർഡേഴ്സുകളും അതൊക്കെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക. അവിടെ നമ്മളെ മക്കളെ നന്നാക്കണമെങ്കിൽ എന്ത് വേണം? നല്ലത് ചെയ്യുന്നവരാകണം, ചീത്ത ചെയ്യാതിരിക്കുന്നവരാകണം. പോരാ. അതുകൊണ്ടാണ് അല്ലാഹു മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം പഠിപ്പിച്ച കൂട്ടത്തിൽ അല്ലാഹ് നിർബന്ധമായി പഠിപ്പിച്ചു, നിന്റെ മക്കളോട് വഅ്മുർ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ പോരാ, വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിരോധിക്കുന്നവനാകണം, തിന്മയ്ക്കെതിരെ പോരാടുന്നവനാകണം, തിന്മ ചെയ്യുന്ന ആളുകളെ വിമർശിക്കുന്നവനാകണം. അങ്ങനെ നിന്റെ മക്കളെ വളർത്തണം. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസിനികൾ അവർ പരസ്പരം ഔലിയാക്കന്മാരാണ്, മിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവരെന്ത് ചെയ്യുന്നു? പരസ്പരം അവർ തിന്മ വിരോധിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നന്മ കൽപ്പിക്കുന്നവരാണ്. വിശ്വാസിന്റെ സ്വഭാവത്തിൽ പെട്ടതാണത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാം. പരസ്പരം നന്മ ഉപദേശിക്കുക മാത്രമല്ല, തിന്മ വിരോധിക്കും. സൊസൈറ്റിയിൽ കാണുന്ന തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തും, വിമർശിക്കാൻ വരുമ്പോഴാണ് നന്മയിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുക.
അള്ളാഹു തൗഫീഖ് നൽകുക. അതുകൊണ്ടാണ് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ, എന്താ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അദ്ദേഹം പറഞ്ഞതെന്താ, സ്വന്തം നാട്ടുകാരോട്, അധർമ്മത്തിൽ മുങ്ങിക്കുളിച്ച നാട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എനിക്ക് കഴിയുന്നത്ര ഇസ്ലാഹ് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ ഇസ്ലാഹ്? ഒരു വസ്തുവിൽ ഉള്ള ചീത്ത, ഒരു വസ്തുവിലുള്ള മാലിന്യം, ഒരു വസ്തുവിലുള്ള അഴുക്ക്, ആ അഴുക്കിനെ പറിച്ചു കളയുക, തുടച്ചു നീക്കുക, നന്മയെ നിലനിർത്തുക. അതാണ് ഇസ്ലാഹ്. പറിക്കുന്ന ഏർപ്പാടാണ്, വെട്ടുന്ന ഏർപ്പാടാണ്, എതിർക്കുന്ന ഏർപ്പാടാണ്, പോരാട്ടമാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാട്ടമാണ്. സൊസൈറ്റിയുമായി പോരാടേണ്ടി വരും. എനിക്ക് കഴിയുന്നത്ര പോരാട്ടത്തിന്റെ, നന്മയുടെ പോരാട്ടത്തിലാണ് ഞാൻ ഏർപ്പെട്ടത് എന്ന് അദ്ദേഹം പറയാം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അവന്റെ, അല്ലാഹുവിന്റെ സഹായമാണ് എന്റെ വിജയം. അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് നടക്കണം. നമ്മളെ മക്കൾ ഇങ്ങനെ ആവണം, പോരാളികളാകണം, വിമർശകന്മാരാകണം, തിന്മയെ കാണുമ്പോൾ എതിർക്കുന്നവരാകണം. പരസ്യമായി അതിനെ എതിർക്കുന്നവരായി മാറുമ്പോഴാണ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. അല്ലാതെ ഇങ്ങനെ നന്മ ചെയ്തവൻ മാത്രമായിട്ട് കാര്യമില്ല. നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, നന്മകളൊക്കെ ചെയ്യുന്നവനാണ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ്. മതിയോ? പോരാ. തിന്മകളെ എതിർക്കുന്നവർ, തിന്മ ചെയ്യുന്നവരെ വിമർശിക്കുന്നവർ, അവരുമായി സംഘട്ടനത്തിലേർപ്പെടുന്നവർ, അതായിരിക്കണം ആര്? വിശ്വാസി. വിശ്വാസി അതായിരിക്കണം. അതല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അവർക്ക് ഒരു മനുഷ്യൻ നന്മ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവന്റെ മുമ്പിൽ കണ്ട തിന്മനെ ഒന്നും എതിർക്കാതെ മൗനം അവലംബിച്ച് അവനങ്ങനെ ജീവിച്ചു പോയി. മൗനം അവലംബിച്ച് അവനങ്ങനെ ജീവിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു. എന്താ പാഠം? ബനൂ ഇസ്രായേലിന്റെ കഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പിന്നെ ശബത്ത് ദിനത്തിൽ മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. ചെറിയൊരു കാര്യമാണ്, നമ്മൾ ആലോചിച്ച് നോക്കൂ, വലിയ ഗൗരവമുള്ളതല്ല. ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് അവർക്ക് നിയമമാണ്. പക്ഷേ ശനിയാഴ്ച അവർ നോക്കുമ്പോൾ നിറച്ച് മീൻ, ഇങ്ങനെ സമുദ്രത്തിൽ നിറച്ച് മീൻ. അള്ളാഹിന്റെ പരീക്ഷനാണ്. ഇത് കണ്ടപ്പോൾ അവർ നേരിട്ട് മീൻ പിടിക്കാതെ അള്ളാഹിന്റെ കൽപ്പന അവർ പിന്നെ വളച്ചൊടിച്ചു. ആ മീനിനെ ഒരു തടം കെട്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തി അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഞായറാഴ്ച വന്നിട്ട് പിടിച്ചു. അവർ ലംഘിച്ചു. അല്ലാഹ് അവരോടൊരു കാര്യം പറഞ്ഞപ്പോൾ സൂത്രത്തിൽ അതിനെ ലംഘിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല കഠിനമായി ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഖിർദത്തൻ ഖാസിരീൻ, നിന്ദന്മാരായ കുരങ്ങുകളായി മാറൂ. അവരുടെ കോലം മാറ്റി കളഞ്ഞു എന്നാണ്. അവരെ കുരങ്ങിന്റെ രൂപത്തിൽ അള്ളാഹു ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു. കഠിനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്താ ഈ ചെയ്തത്? ഈ ചെയ്തത് എന്താ വലിയ പാപമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സമൂഹത്തിന് ധർമ്മമായി, നിയമമായി നിശ്ചയിച്ച കാര്യമുണ്ടോ? അക്കാര്യങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു, ആ സൊസൈറ്റിയിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു, ലിമ തഅലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുകും ഔ മുഅദ്ദിബുഹും. അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കാൻ പോകുന്ന, അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിക്കാൻ പോകുന്ന അദാബൻ ശദീദ, കഠിനമായ ശിക്ഷ കൊണ്ട് അല്ല ശിക്ഷിക്കാൻ പോകുന്ന ഒരു സമൂഹത്തിനെ നിങ്ങൾ എന്തിനാണ് കൂട്ടരെ തിന്മ തടയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കാൻ നിൽക്കുന്നത്, സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്ന് ഒരു ജനത ചോദിച്ചു. നോക്കൂ അവിടുത്തെ സാഹചര്യം എന്താ? ഈ ചെയ്തിയെ ചോദ്യം ചെയ്യാൻ ചില ആളുകൾ വന്നു. അള്ളാഹു ധർമ്മമാക്കിയ ഒരു കാര്യം ലംഘിച്ചപ്പോൾ ആ ലംഘിച്ച കാര്യം എന്തിന് നിങ്ങൾ ചെയ്തു, നിങ്ങൾ പഴിപ്പെട്ടവരാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഇസ്ലാഹിന്റെ ആളുകൾ വന്നു. ശരിക്കും മനസ്സിലാക്കിക്കോ, ഇസ്ലാഹിന്റെ ആളുകൾ വന്നു. ഇസ്ലാഹിന്റെ ആളുകൾ വന്നപ്പോൾ കുറേ മാന്യന്മാര്, സൊസൈറ്റിയിൽ കുറെ നന്മ ചെയ്യുന്ന മാന്യന്മാർ, അവർ വന്നിട്ട് പറയാ, പടച്ചോൻ അവരെ ശിക്ഷിക്കും, പടച്ചോൻ വേണമെങ്കിൽ അവരെ നശിപ്പിച്ചോളൂ, അള്ളാഹുവിനറിയാലോ അവർക്കെതിരെ നടപടിയെടുക്കാൻ, നിങ്ങൾ എന്തിനാണ് ഇതിനെ എതിർത്ത്, തിന്മനെ എതിർത്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇസ്ലാഹ് നടത്തിയിട്ട് നിങ്ങൾ എന്തിനാ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ആ മാന്യന്മാർ ചോദിച്ചു. അവരാരാണ്? നന്മ ചെയ്തവരാണ്.
അവർ സബ്ബത്ത് ദിനത്തിൽ ഈ പാപം ചെയ്യാൻ പോയിട്ടില്ല, അള്ളാന്റെ നിയമം ലംഘിച്ചിട്ടില്ല. പക്ഷെ അവർ ചെയ്ത തെറ്റെന്താണ്? ആ പാപം ചെയ്ത, നിയമം തെറ്റിച്ച, ധർമ്മം തെറ്റിച്ച ആളുകളെ ചോദ്യം ചെയ്ത ഇസ്ലാഹിന്റെ ആളുകളോട് വന്നിട്ട് പറഞ്ഞു, സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, പടച്ചോൻ അവരെ കാര്യം തീരുമാനിച്ചോളും. സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട, ഐക്യത്തിന് പ്രശ്നം ഉണ്ടാക്കേണ്ട, പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. അവർ എന്ത് ചെയ്തോളും? അള്ളാഹ് അവരെ ശിക്ഷിച്ചോളും. പടച്ചോൻ ശിക്ഷിക്കാൻ പോണ, പടച്ചോൻ ചോദ്യം ചെയ്യാൻ പോണ, പടച്ചോൻ നശിപ്പിക്കാൻ പോണ ഒരു സൊസൈറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു മഅദിറതൻ ഇലാ റബ്ബിക്കും ഫലഅല്ലഹും യത്തഖൂൻ. ഞങ്ങൾക്ക് മഅദിറത ഇലാ റബ്ബിക്കും, പടച്ചവന്റെ അടുത്ത് ഉദ്ർ പറയാനാ, ഒഴിവ് കഴിവ് പറയാനാ. പടച്ചവനെ, അവരാ തിന്മ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല, ഞങ്ങൾ എതിർത്തു, ഞങ്ങൾ വിമർശിച്ചു, ഞങ്ങൾ ശക്തമായി താക്കീത് നൽകി, ഞങ്ങൾ ഓടി നടന്ന് അതിനെതിരെ ബോധവൽക്കരണം നടത്തി, ഇസ്ലാഹ് നടത്തി എന്ന് ഞങ്ങൾക്ക് ഉദ്ർ പറയണം. അതിനാണ്. പിന്നെയോ വലഅല്ലഹും യത്തഖൂൻ, ഒരു പക്ഷെ അവർ നന്നാവുകയും ചെയ്തെങ്കിലോ, ഒരു പക്ഷെ അവർ ശരിയായെങ്കിലോ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫലമ്മാ നസൂ, അവർ മറന്നപ്പോ മാ ദുക്കിറൂ ബിഹി, അവരോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ, താക്കീത് ചെയ്ത കാര്യങ്ങൾ, അതിനെപ്പറ്റി അവർ വിസ്മരിച്ചപ്പോ അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, അള്ളാഹു രക്ഷിച്ചു. ആരെ രക്ഷിച്ചു? ഖുർആന്റെ പ്രയോഗം ശരിക്കും നമ്മൾ നോക്കിക്കോ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ശരിക്കും നമ്മൾ പഠിച്ചോ. അൻജൈന, നാം രക്ഷിച്ചു. അല്ലദീന, യാതൊരു കൂട്ടരെ, യൻഹൗന അനിസ്സൂ, സൂഇനെ എതിർത്ത, തിന്മയെ എതിർത്ത ആ കൂട്ടരെ നാം രക്ഷിച്ചു. വഅഖദ്നാ, നാം പിടികൂടി, അല്ലദീന ളലമു, അക്രമം ചെയ്ത ജനതയെ, ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ചെയ്ത ഫിസ്ഖിന്റെ പേരിൽ, അധർമ്മത്തിന്റെ പേരിൽ നാം അവരെ ഒരു പിടുത്തം പിടിച്ചു, ഗൗരവപ്പെട്ട പിടുത്തം നാം അവരെ പിടിച്ചു. ആരെ പിടിച്ചു? നിയമം തെറ്റിച്ചവരെ പിടിച്ചു. ആരെ രക്ഷിച്ചു? നിയമം തെറ്റിച്ചവരെ ചോദ്യം ചെയ്ത ഇസ്ലാഹിന്റെ ആളുകളെ രക്ഷിച്ചു. മൂന്നാമത്തെ കക്ഷി എവിടെ? ലിമ തഅലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദബഹും അദാബൻ ശദീദ. നിങ്ങൾ എന്തിനാണ് സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? അള്ളാഹ് നിയമം ലംഘിച്ചവരെ അല്ല പിടിച്ചോളും, അല്ല കൊടുത്തോളും, നിങ്ങൾ എന്തിനാ അതിന്റെ പുറകെ പോണേന്ന് ചോദിച്ച മൂന്നാമത്തെ കക്ഷിയെ പറ്റിയിട്ട് അള്ളാഹ് ഒന്നും പറഞ്ഞിട്ടില്ല. രക്ഷപ്പെടുത്തിയത് ഇസ്ലാഹിന്റെ ആളുകളെ, ശിക്ഷിച്ചത് തിന്മയുടെ ആളുകളെ. മൂന്നാമത്തെ കക്ഷിയെ പറ്റി അള്ളാഹ് മിണ്ടിയിട്ടില്ല. തഫ്സീറുകൾ നോക്കിയാൽ മുഫസ്സിറുകൾ രണ്ടഭിപ്രായത്തിലാണ്. ഒന്നുകിൽ ഈ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവരുണ്ടാകാം, അല്ലെങ്കിൽ അള്ളാഹ് ചിലപ്പോൾ പുറത്തു കൊടുത്തിട്ടുണ്ടാകാം. അവരുടെ കാര്യം അള്ളാഹ് ഖിയാമത്ത് നാൾ വരെ കൺഫ്യൂഷനിൽ നിർത്തിയിരിക്കുക. തെറ്റൊന്നും ചെയ്യാറില്ല, പാപമൊന്നും ചെയ്യാറില്ല, നല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ തിന്മനെ എതിർക്കാനുണ്ടാവൂല, തിന്മനെ ചോദ്യം ചെയ്യാനുണ്ടാവൂല, തിന്മയുടെ ആളുകളെ വിമർശിക്കാനുണ്ടാവൂല, പോരാട്ടത്തിനുണ്ടാവൂല. ആ പോരാട്ടത്തിനില്ലാത്തവർ അവരെങ്ങനെ അള്ളാഹ് എയറിൽ നിർത്തിയിരിക്കാണ്. ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ഓതുന്നവർ കൺഫ്യൂഷനിലാകണം. അവരെ അള്ളാഹ് ശിക്ഷിച്ചോ അതോ രക്ഷപ്പെടുത്തിയോ അവരെ പറ്റി അള്ളാഹ് ഒന്നും പറഞ്ഞില്ല. അള്ളാഹ് തീർത്തും പറഞ്ഞു, ഇസ്ലാഹ് നടത്തിയവരെ, ചോദ്യം ചെയ്തവരെ അള്ളാഹ് രക്ഷിച്ചു, അവരെ അള്ളാഹ് സഹായിച്ചു, അവർക്ക് ഇഹത്തിലും പരത്തിലും അവൻ സുരക്ഷിതത്വം ഒരുക്കി അള്ളാഹ് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളെ, ഇത് ചെറിയ പണിയല്ല. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അതാ ഇസ്രായീലിൽപ്പെട്ട ആളുകൾ ദാവൂദിന്റെയും അതുപോലെ തന്നെ ഈസയുടെയും നാവുകൊണ്ട് അവർ ശപിക്കപ്പെട്ടു. എന്തുകൊണ്ട്? അവർക്ക് ശാപം അല്ലാഹ് കൊടുത്തു. ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അവർ അനുസരണക്കേട് കാണിക്കുകയും അവർ അതിര് കവിയുകയും ചെയ്തതുകൊണ്ട്. പിന്നെയോ അല്ലാഹ് ചേർത്ത് പറഞ്ഞു, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്തു പോകൊണ്ടിരുന്ന തിന്മയെ അവർ വിലക്കിയില്ല, തിന്മയെ അവർ വിമർശിച്ചില്ല. ലബിഅസ മാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തത് എത്ര ചീത്തയാണ്. അവർ അല്ലാഹ് ശപിച്ചത് എന്തുകൊണ്ടാ? ഒന്ന് ധിക്കാരം ചെയ്തു, അതുപോലെ തന്നെ അതിരുകടന്നു. മൂന്നാമത്തതോ സൊസൈറ്റിയിലെ തിന്മകളെ വിമർശിച്ചില്ല, ചോദ്യം ചെയ്തില്ല. അവർ അവരുടെ സുരക്ഷിതത്വം നോക്കിയിട്ട് മൗനം അവലംബിച്ചു. അവരെയും അല്ലാഹു ശപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി,
എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യമിട്ട് ഞാൻ പറയുന്നു. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യമിട്ട് പറയുന്നു. ലതഅ്മുറൂന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ തിന്മ കൽപ്പിക്ക തന്നെ, നിങ്ങൾ നന്മ കൽപ്പിക്ക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിലോ അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലാഹു ഉണ്ടല്ലോ അവന്റെ ഭാഗത്തു നിന്നുള്ളൊരു ശിക്ഷ നിങ്ങൾക്ക് മേലെ ഇറക്കിക്കളയും. അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. എന്ത് ചെയ്തില്ലെങ്കിൽ? നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും എതിർക്കുകയും പരസ്യമായി അതിനെതിരെയുള്ള പക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചോന്റെ ശിക്ഷ ഈ ഉമ്മത്തിന് മേൽ ഇറങ്ങും. സുമ്മ തദ്ഊനഹു, പിന്നീട് പടച്ചനെ വിളിച്ചിട്ട് ആ ശിക്ഷ കാണുമ്പോൾ റബ്ബേ രക്ഷിക്കണേ എന്ന് ശിക്ഷ വിളിച്ചാൽ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകാൻ പോകുന്നില്ല എന്ന് റബ്ബ് പറയാ. അള്ളാന്റെ ശിക്ഷ എങ്ങനെയൊക്കെ ഉണ്ടാവും? പലപ്പോഴും ആളുകൾ വിചാരിക്കും ഈ ഫാഷിസം നീങ്ങണില്ലല്ലോ, സൊസൈറ്റിയിൽ സമാധാനമില്ലല്ലോ, മുസ്ലിങ്ങളുടെ സ്വസ്ഥ ജീവിതം വികലമാക്കപ്പെടാണല്ലോ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ തിന്മ വിരോധിക്കുന്നതിൽ എത്ര മുൻപന്തിയിലുണ്ടായിരുന്നു അത് നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പാടില്ല, മനുഷ്യൻ ചെയ്യരുത് എന്ന് റബ്ബ് അതിര് വരച്ചിട്ടുള്ള അത്തരം കാര്യം സൊസൈറ്റിയിൽ കാണുമ്പോൾ നമ്മുടെ നാവ് പൊന്തിയോ, നമ്മുടെ ശബ്ദം പൊന്തിയോ, നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചോ, നമ്മളതിന് എതിരെ പ്രവർത്തിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തറിയോ? എല്ലാ നബിമാരും വന്നപ്പോൾ ആ നബിമാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂന വ അസ്ഹാബുൻ, അല്ലാഹു ആ നബിമാർക്ക് ചില ഹവാരിയങ്ങളെയും സഹാബികളെയും കൊടുത്തു. അവരുടെ കൂട്ടുകാരും അനുയായികളുമായ ചില ആളുകളെ കൊടുത്തു. യഖ്ദൂന ബിസുന്നതിഹി, ആ നബിമാരുടെ സുന്നത്ത് കൊണ്ട് ആര് നടന്നു? ആ കൂട്ടുകാരായ അനുചരന്മാരായ ആളുകൾ നടന്നു. വയഖ്തദൂന ബിഅംരിഹി, ആ നബിയുടെ കൽപ്പനയുമായിട്ട് അവരങ്ങനെ ജീവിച്ചു. എന്നിട്ട് റസൂൽ പറയാ സുമ്മ ഇന്നഹാ തഖ്ലിഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ, അവർക്ക് ശേഷം ചില പിൻതലമുറക്കാർ വന്നു. ആ നബിമാരുടെ ഉമ്മത്തിൽ ആദ്യത്തെ തലമുറ, സച്ചരിതരായ തലമുറ, സലഫുകളായ തലമുറ, ആ തലമുറ നടന്നു നീങ്ങിയപ്പോൾ അവരുടെ പിൻതലമുറകളായി ചില ആളുകൾ വന്നു. യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ ചെയ്ത പണി എന്താ? പ്രവർത്തിക്കാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു നടന്നു. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരോട് അല്ലാഹു കൽപ്പിക്കാത്ത പണികൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അത്തരം ആളുകളെ കണ്ടാൽ ഈ ഉമ്മത്തിൽ, എല്ലാ നബിമാരുമ്മത്തിലും വരും ഇതുപോലത്തെ ഒരു പിൻതലമുറ. ഈ ഉമ്മത്തിൽ ആ റസൂലുള്ളാഹിന്റെ സുന്നത്തില്ലാത്ത, റസൂലുള്ളാഹിന്റെ നടപടിക്രമമില്ലാത്ത തോന്നിയവാസങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫമൻ ജാഹദഹും ബിയദിഹി, കൈകൊണ്ട് ജിഹാദ് ആര് ചെയ്തോ, കൈകൊണ്ട് അവനോട് ജിഹാദ് ആര് ചെയ്തോ ഫഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനാണ്. കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് ഭരണമില്ല. കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ശരി, റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു വമൻ ജാഹദഹും ബിലിസാനിഹി, നാവുകൊണ്ട് അവനോട് ആരൊക്കെ ജിഹാദ് ചെയ്തോ ഫഹുവ മുഅ്മിൻ, അവനും അപ്പോൾ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി, ഏറ്റവും ചുരുങ്ങിയത് ഹൃദയം കൊണ്ടെങ്കിലും അക്കൂട്ടരെ വെറുത്ത് ഒരു ജിഹാദ് ഉണ്ടെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ, അതിനുശേഷം ഒരു കടുകുമണി തൂക്കം ഈമാൻ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒന്നും മിണ്ടാത്തവര്, അല്ലാഹ് ഹറാമാക്കിയത്, അല്ലാഹ് ബാത്തിലാക്കിയ കാര്യങ്ങൾ നാട്ടിൽ നടമാടുമ്പോൾ ഒരു ശബ്ദം പോലും ഒരുമിക്കാതെ, ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരു മെസ്സേജ് പോലും ഇത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ മെനക്കെടാതെ സ്വന്തം ജീവിതം ശ്രദ്ധിച്ച് ജീവിച്ചവർ, അവനെ കണ്ടാൽ വാളെടുക്കാൻ പറ്റുന്ന നിയമത്തിന്റെ പരിരക്ഷ നിനക്കുണ്ടെങ്കിൽ വാൾ കൊണ്ട് ചോദിക്കണം. നിനക്കതിന് അവകാശമില്ലെങ്കിൽ നാവ് കൊണ്ട് ചോദിച്ചോളണം. നിനക്കതിനും അവകാശമില്ലെങ്കിൽ, നീ പീഡിതനാണെങ്കിൽ അവനെ കാണുമ്പോൾ നിന്റെ കൽബ് വെറുപ്പ് കൊണ്ട് പുളയണം, അവനെ കാണുമ്പോൾ അറയ്ക്കണം. അങ്ങനെയെങ്കിലും നീ മാറിയിട്ടില്ലെങ്കിൽ ഈമാന്റെ തരിമ്പ് പോലും നിന്നിലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മളെ മക്കളെ ഇത് നമ്മൾ പഠിപ്പിക്കണം.
നമ്മളെ മക്കളെ ഈ രൂപത്തിൽ തിന്മയെ വെല്ലുവിളിക്കുന്ന, തിന്മയ്ക്കെതിരെ അണിനിരക്കുന്ന, തിന്മയ്ക്കെതിരെ പ്രസംഗിക്കുന്ന, തിന്മയ്ക്കെതിരെ എഴുതുന്ന, തിന്മയ്ക്കെതിരെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ചെയ്യുന്നവരായി നമ്മുടെ മക്കളെ രംഗത്ത് കൊണ്ടുവരണം. ആ മക്കളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുക. അവരാണ് വഴികെടാതെ അള്ളാഹു കാത്തുരക്ഷിക്കുക. അല്ലാത്തവരെല്ലാം വഴികേടിൽ മുങ്ങിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, വിരോധിച്ച സകല തിന്മകളും എതിർക്കുന്ന, വിമർശിക്കുന്ന, അതിനെതിരെ പോരാടുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ട് ദാസന്മാരാക്കി തീർക്കുമാറാകട്ടെ. അവരുടെ കഴിവും അറിവും കൊണ്ട് ഈ തിന്മയുടെ വക്താക്കളെ പരാജയപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കേരള നേതൃത്വ മുജാഹിദീൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ മുഹമ്മദ് ബാബുസേട്ടിൻ്റെ ഭാര്യമാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താൻ ജീവിച്ച കാലത്ത് സൊസൈറ്റിക്ക് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആവുന്നതും പരിശ്രമിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് അവർ. സമൂഹത്തിൽ തിന്മ വിരോധിക്കുന്ന, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം മഹത് വ്യക്തിത്വങ്ങൾ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഇടങ്ങളായി മാറണം നമ്മുടെ മിമ്പറുകൾ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, പാപങ്ങളും ഒന്നൊഴിയാതെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, പാപങ്ങളും ഒന്നൊഴിയാതെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കുടുംബത്തോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വെറുക്കുന്ന തിന്മകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മകൾ, അത് സമൂഹത്തിൽ കാണുമ്പോൾ അതിനെ എതിർക്കുന്ന, അതിനെതിരെ തിന്മ വിരോധിക്കുന്ന കക്ഷികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ വിമർശനങ്ങൾ പേടിച്ച്, അവരുടെ ഉപദ്രവങ്ങൾ പേടിച്ച് തിന്മ വിരോധിക്കുന്ന സംഘങ്ങളിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ജീവിതം നോക്കി, സ്വന്തം രക്ഷ നോക്കി ജീവിക്കുന്ന സ്വാർത്ഥന്മാരിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സന്താന പരമ്പരകൾ, ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകൾക്കെല്ലാം അള്ളാഹു തിന്മ വിരോധിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മുടെ ഈ സത്പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.